കരിമ്പനകളുടെ നാടായ പാലക്കാട് സഞ്ചാരികളുടെ കാഴ്ച അപഹരിക്കുന്ന എത്രയോ വെള്ളച്ചാട്ടങ്ങൾ. പലകപ്പാണ്ടി, നിന്നുകുത്തി, ചുക്രിയാൽ, അതുപോലെ തന്നെ സീതാർകുണ്ട്, അങ്ങനെയുള്ള 14 വെള്ളച്ചാട്ടങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര എങ്ങോട്ട് വെച്ചാൽ ആ കാണുന്ന സീതാർകുണ്ടിലേക്കാണ്. അപ്പോൾ വിട്ടേക്കാം, വാ. കാലം മാറി, ഇനി കാഴ്ചകളും മാറും. കൊല്ലങ്കോട് കണ്ടാൽ സീതാർകുണ്ട് വെള്ളച്ചാട്ടം കാണണമെന്നാണ് ഇന്നത്തെ പാലക്കാടൻ രീതി. പച്ചവിരിച്ച വയൽപ്പാടങ്ങൾക്ക് നടുവിലൂടെ ഒരൽപ്പം സഞ്ചരിച്ചാൽ ഇതാ ഇവിടെ സീതാർകുണ്ടിലെത്താം. കടലിലേക്ക് പുഴകൾ എത്തും പോലെ കാഴ്ചക്കാരുടെ കുത്തൊഴുക്ക്. ഈ ടോപ്പിൽ ഇവിടെ ഒരു വണ്ടി എത്തും, താഴെ പാർക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ മേലെ വരെ വണ്ടി വരും, പക്ഷെ ചെറുതായിട്ട് അടി തട്ടും, ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് നടക്കാൻ തുടങ്ങി. കൃത്യം 1 കിലോമീറ്റർ നടന്നാൽ വെള്ളച്ചാട്ടം എത്തും. പക്ഷെ ഇപ്പോഴേ സൗണ്ട് കേൾക്കുന്നുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ, കാരണം മഴക്കാലായിരുന്നു, നല്ല ശക്തിയിൽ വെള്ളം വീഴുന്ന സൗണ്ടാണ്. വഴിനീളെ ചെറുകടികളും ചൂട് ചായയുമായി കാത്തിരിക്കുന്ന കുഞ്ഞൻ കടകൾ. എവിടെ പോണേ? എവിടെ പോണേ? വെള്ളച്ചാട്ടത്തിലാണോ? ആഹാ. മഴ കുറവെങ്കിലും ഒഴുക്കിന് ശക്തിക്കുറവില്ല. സഞ്ചാരികളെ കാന്തത്തിലേക്കെന്ന പോലെ ആകർഷിക്കുകയാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം. മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ. ഇത് വന്നു കഴിഞ്ഞാൽ അതന്നെ പറഞ്ഞത് സീതാർകുണ്ട് താഴെ, അതിന്റെ മുകളിൽ സീതാർകുണ്ട്. അതെ, അത് കഴിഞ്ഞാൽ നമ്മുടെ സന്യാസിക്കുണ്ട്, സന്യാസിക്കുണ്ട് കഴിഞ്ഞാൽ അത്തിക്കുണ്ട്, അത്തിക്കുണ്ട് കഴിഞ്ഞാൽ ചെള്ളിക്കുണ്ട്, ചെള്ളിക്കുണ്ട് കഴിഞ്ഞിട്ടാണ് നെല്ലിയാമ്പതി പറ്റും. അത് പണ്ടൊക്കെ നമ്മൾക്ക് ട്രെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ഫോറസ്റ്റൊക്കെ അനുമതി വേണം, അല്ലാതെ പോകാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. കാടിന് നടുവിലെ ജലസംഭരണി, കാട്ടുമൃഗങ്ങൾ വിരുന്നെത്തുന്ന സീതാർകുണ്ട്. നമ്മൾ രണ്ടാമത്തെ പോയിന്റ് എത്തിയിരിക്കുകയാണ്. ഇതിന് മേലെ ടോപ്പിൽ പോയിന്റ് ഉണ്ട്, പക്ഷേ ഫോറസ്റ്റ് ഓഫീസേഴ്സ് പറഞ്ഞ മേലേക്ക് പോകേണ്ട, ആന ഇറങ്ങിയതാണ്, കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. പിന്നെ മഴയായതുകൊണ്ട് ചെറിയ വഴുക്കലുമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം സീതാർകുണ്ട് വെള്ളച്ചാട്ടം. സീതയും ലക്ഷ്മണനും രാമനും കൂടെ പണ്ട് വനവാസ സമയത്ത് ഇവിടെ വന്നു എന്നും ഇവിടെ വന്ന് കുളിച്ചു എന്നെല്ലാമാണ് ഐതിഹ്യങ്ങൾ. സീത വന്ന് കുളിച്ചു എന്നാണ് ഐതിഹ്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് കുളിച്ചു കഴിഞ്ഞാൽ തന്നെ അതൊരു വിശ്വാസമായി കണക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പോൾ ടൂറിസം പ്ലേസായി മാറി, കാരണം കൊല്ലങ്കോട് കയറാൻ കത്തിയല്ലോ. കൊല്ലംകോട് നമ്മുടെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട മുഖമായി മാറിയതോടെ സീതാർകുണ്ട് വെള്ളച്ചാട്ടം ഹിറ്റായി. കാരണം കൊല്ലംകോട്ടിൽ നിന്ന് ഏകദേശം 2-3 കിലോമീറ്റർ അകത്തേക്കാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം. വേനൽക്കാലത്ത് മണ്ണ് വറ്റി വരണ്ടാലും സീതാർകുണ്ടിൽ നൂൽപ്പുഴ കാണാം. നെന്മാറ പോത്തുണ്ടി വഴി നെല്ലിയാമ്പതിയിലെത്തിയാൽ സീതാർകുണ്ടിൻ്റെ ഉത്ഭവകേന്ദ്രം കാണാം, സ്വർഗത്തിലെന്ന പോലെ. കാടിൻ്റെ വന്യതയും പ്രകൃതിയുടെ സൗന്ദര്യവും വാരി വിതറുന്ന നമ്മുടെ സ്വന്തം വെള്ളച്ചാട്ടം സീതാർകുണ്ടിലേക്കാണ് നമ്മൾ യാത്ര വന്നത്. അപ്പോൾ എല്ലാവരും അടുത്ത ദിവസം തന്നെ ഇങ്ങോട്ട് വണ്ടി തിരിച്ചേക്കുക, ഇങ്ങോട്ട് പോന്നേക്കുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതിലേക്കും ബൈ.